ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ ചാലക്കുടിയിൽ നിന്നും. നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ്, ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലാണ്. ഒരു കുതിരയുമായി നമ്മളൊരു പടക്കുതിരയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ജാക്കി. ഞങ്ങൾ കേരളം മുഴുവൻ യാത്ര തുടങ്ങി. കോട്ടയത്ത് നിന്ന് തുടങ്ങിയത് ജാക്കിയോടൊപ്പമാണ് യാത്ര. നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ ഇതൊരു 15ാമത്തെ മണ്ഡലത്തിലേക്ക് എത്തി. മണ്ഡലത്തിൽ എങ്ങനെ ഒരു പൊതുവെ നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ കോൺടെസ്റ്റ് ആണ്. അപ്പുറത്തെ രവീന്ദ്രനാഥാണ് മത്സരിക്കുന്നത്. എപ്പോഴും എതിരാളി കരുത്തനും അതുപോലെ തന്നെ ഒരു നല്ല വ്യക്തിത്വമുള്ള ആൾ വരുന്നതാണ് മത്സരത്തിന് കൂടുതൽ ആവേശമുണ്ടാകും. രവീന്ദ്രനാഥ് ബെന്നി ബെഹനാനെതിരെയോ ബെന്നി ബെഹനാൻ രവീന്ദ്രനാഥിനെതിരെയോ വ്യക്തിപരമായ ഒരു പരാമർശവും നടത്താറില്ല, അല്ലേ? വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കോൺടെസ്റ്റാണ്. വളരെ മുതിർന്ന രണ്ട് നേതാക്കൾ, പൊതുസമ്മതി നേടിയ രണ്ട് നേതാക്കൾ തമ്മിലുള്ളൊരു മത്സരമാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട പോരാട്ടമാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ത്രില്ലിംഗ് മാച്ചാണ് കേട്ടോ ഈ ചാലക്കുടിയിലെ മാച്ച്. ഞങ്ങൾ കുതിരപ്പുറത്ത് വരാമെന്ന് വെച്ചു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുതിരപ്പുറത്തെ വരവ്? അസലായി അല്ലേ? നിങ്ങൾ അശ്വമേധം കൊണ്ട് നിങ്ങൾ കീഴടക്കല്ലേ? മാന്യമായ പോരാട്ടം ചാലക്കുടിയിൽ പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. അമാന്യമായ ഒന്നും ഉണ്ടാവില്ല. പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും 101% ശരിയാണത്. ഇത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഇത് സമരം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സമരമാണ്. ആ രാഷ്ട്രീയ സമരത്തിന്റെ അർത്ഥത്തിൽ തന്നെ ഞാനും ഇടതുപക്ഷ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ കാണുള്ളൂ. അപ്പോൾ ഈ സൈക്കിളിൽ ചവിട്ടുന്ന മനുഷ്യരെ കുറിച്ച്, അവർ അധ്വാനിക്കുന്ന മനുഷ്യരാണ്, അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ഉപേക്ഷിച്ച് ഒരു ടെൻഡൻസി വരുമല്ലോ നല്ല കയറ്റം വരുമ്പോൾ. കയറ്റമുണ്ട് എന്ന് കരുതി പിന്മാറില്ല. ഇപ്പൊ അങ്കമാലി എങ്ങനെയാ? കയറ്റമാണോ, ഇറക്കമാണോ, നിരപ്പാണോ? ഇപ്പൊ നിരപ്പാ. ഇറക്കമാണെന്നും പറയില്ല. അതാണ് ഈ എതിരാളിയോടുള്ള ഒരു ബഹുമാനവും കൂടി സൂക്ഷിച്ചുകൊണ്ടാണ്. കുതിരയുണ്ട് ജോലിക്ക് പോലെ. അഡ്വക്കേറ്റ് ചാർലി പോൾ നമ്മളുടെ 2020 സ്ഥാനാർത്ഥിയാണ്. ഓസ്കർ പോലെ ചാലക്കുടിയിൽ ഇത്തവണ 2020 മാജിക് വല്ലതും കാണിക്കൂ? തീർച്ചയായിട്ടും അതിശക്തമായ ഒരു അടിയെടുക്കും തരംഗവും 2020ക്ക് അനുകൂലമായി ചാലക്കുടി നടക്കുന്നുണ്ട്. ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ കലാഭവൻ മണിയുടെ പേരാണ് പ്രേക്ഷകർക്ക് ഓർമ്മ വരിക എന്നെനിക്കറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ പേര്? ജയന്ത്. ഈ ചാലക്കുടിയിൽ വരുമ്പോൾ ഓരോ ഓട്ടോ കാണുമ്പോഴും അതിനുള്ളിൽ ഈ കലാഭവൻ മണി ഉണ്ടോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള സ്നേഹം ഈ മനുഷ്യർക്കുണ്ട്. എങ്ങനെ മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ചൂട്? തെരഞ്ഞെടുപ്പ് ചൂടെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സി രവീന്ദ്രനാഥ് ഉണ്ട്, ബെന്നി ബെഹനാനുണ്ട്. ബെന്നി ബെഹനാന് സാധ്യതയുണ്ട്. കുറവാണ്. സി രവീന്ദ്രനാഥ് സാധ്യത ആണോ? രവീന്ദ്രനാഥ് ഓക്കെയാണ്. ഒന്നും പറയാൻ പറ്റില്ല. മത്സരം എന്തായാലും ശക്തമാവും അല്ലേ? മത്സരം ശക്തമാവും. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മത്സരമായിരിക്കില്ല. നമ്മുടെ മണിച്ചേട്ടനെ ഓർമ്മിക്കാതെ ചാലക്കുടിയിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഒരു ദിവസം പോലും കടന്നു പോകാൻ സാധ്യമല്ല. ആരാരുമാവത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിന് സമീപത്താണുള്ളത്. എന്നാലും ചാലക്കുടി മണ്ഡലത്തിൽ മത്സരം ഏകപക്ഷീയമല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു. NDA സ്ഥാനാർത്ഥി നമ്മുടെ ഉണ്ണിച്ചേട്ടൻ നമ്മുടെ വക. ഇതിൽ ഏതാണ് മധുര ഉപ്പത് ഞാൻ മറന്നു കേട്ടോ. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യഘട്ട റൗണ്ടിലെ സാധ്യത? അതുകൊണ്ട് എല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ മനസ്സാ സ്വീകരിക്കുന്ന ഇതാണ് ഞാൻ കാണുന്നത്. 2019 വലിയ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന്. വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. മികച്ച പ്രകടനം ഇക്കുറി കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. നാളെ നമ്മൾ ആലപ്പുഴയിൽ ഇതായിരിക്കും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുക. ആലപ്പുഴയിൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ആരിഫ്, KC വേണുഗോപാൽ, ഒപ്പം ശോഭാ സുരേന്ദ്രൻ. എന്താണ് ആലപ്പുഴയുടെ രാഷ്ട്രീയ മനസ്സിലെന്ന് നാളത്തെ അശ്വമേധ യാത്രയിൽ പ്രേക്ഷകർക്ക് ബോധ്യമാവും. അപ്പം നാളെ കാണാൻ നമുക്ക് ആലപ്പുഴയിൽ. ഇന്ന് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് യാത്രയാവുന്നു.